വിയറ്റ്നാമിലെത്തിയാൽ മലയാളികൾ എന്ത് കഴിക്കും? എന്തും കഴിക്കുമെന്ന് പറഞ്ഞോളായത്. കപ്പയും മുളക് ചമ്മന്തിയും വാഴപ്പിണ്ടിയും മുതൽ കക്കയും ഞണ്ടും മീൻ പൊള്ളിച്ചതും വരെ വിയറ്റ്നാമിൽ കിട്ടും. വെജിറ്റേറിയൻ വേണ്ടവർക്ക് നിരാശരാകേണ്ടി വരില്ല. നല്ല സൂപ്പർ സാധനങ്ങൾ അവിടെ ഉണ്ട്. വിയറ്റ്നാം എന്ന് കേൾക്കുമ്പോഴേ ആശങ്ക ഭക്ഷണമാണ്. എന്തു കഴിക്കുമെന്നതാണ് ചോദ്യം. എന്നാൽ വിയറ്റ്നാമിലെത്തിയാൽ വയറു നിറച്ച് സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചു മടങ്ങാം. നമ്മുടെ ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെയുണ്ട് വിയറ്റ്നാമിൽ. നാട്ടിലെ രുചി ആസ്വദിക്കണമെന്നുള്ളവർക്ക് നല്ല ഒന്നാന്തരം പുഴുങ്ങിയ കപ്പയും മുളക് ചമ്മന്തിയും കിട്ടും. പുഴുങ്ങിയ മധുരക്കിഴങ്ങും വെണ്ടയ്ക്കയും കബാബും ഒക്കെ വിയറ്റ്നാം തെരുവുകളിൽ സുലഭമാണ്. കാടഫ്രൈയും പുഴുങ്ങിയ മുട്ടയും നമ്മുടെ നാട്ടിലെ ചെറുകടകളെ കൂടി ഓർമ്മിപ്പിക്കും. ആവിയിൽ വേവിക്കുന്ന നൂഡിൽ സൂപ്പുകൾ, പച്ചക്കറികൾ, കടലിലെ സസ്യങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയ രുചികരമായ റോളുകൾ, ഗ്രിൽ ചെയ്ത വഴുതനങ്ങ, ടോഫു, കളിമണ്ണിൽ കാരമലൈസ് ചെയ്ത കൂൺ, പല നിറത്തിലുള്ള വിയറ്റ്നാം സ്റ്റിക്കി റൈസ്, ഇങ്ങനെ വെജിറ്റേറിയൻ പതിപ്പുകൾ സമൃദ്ധമാണ്. മത്സ്യവും മാംസവുമൊക്കെയായി വിഭവങ്ങൾ ഏറെയുണ്ടിവിടെ. ചെമ്മീനും കക്കയും ഞണ്ടുമൊക്കെ വിയറ്റ്നാം രുചിയിൽ ലഭിക്കും. ഫ്രഞ്ച് അധിനിവേശത്തിന്റെ കാലത്താണ് സവാളയും കോളിഫ്ലവറും ഉരുളക്കിഴങ്ങുമൊക്കെ വിയറ്റ്നാം ഭക്ഷണത്തിന്റെ ഭാഗമായത്. നൂഡിൽസ് വിഭവങ്ങളിൽ ചൈനീസ് സ്വാധീനവും പ്രകടമാണ്. എരിവും പുളിയും മധുരവുമൊക്കെ ഒരേ അനുപാതത്തിലാകുമെന്നതാണ് ഇവിടത്തെ പ്രത്യേകത. വിനീത VG 24 വിയറ്റ്നാം. നാസർ ഖാൻ പറയുന്നു CPയുടെ കാര്യം അവർ നോക്കും. പിന്നെ ഒരു വാക്ക് ഇത്ര പാർലമെൻ്ററി അല്ല. നസീർ ഖാൻ, എനിക്ക് മനസ്സിലായി നിങ്ങളൊരു CPIക്കാരനാണെന്ന്. പക്ഷേ ഇതാണ് CPയുടെ ഒക്കെ പ്രശ്നം. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതെന്നറിയാമോ, കമ്മ്യൂണിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ കേരളത്തിൽ നിലനിൽക്കണം. കാരണം മതേതരമായ ഒരു ചിന്താഗതി വളർത്താൻ ഇവർക്കൊക്കെ കഴിയൂ. അപ്പോൾ ഇവർ നിലനിന്നില്ലെങ്കിൽ ഈ മതശക്തികളായിരിക്കും ഒരുപക്ഷെ ഭാവി കേരള സമൂഹത്തെ സ്വാധീനിക്കുക. അതുകൊണ്ട് ഇവരൊക്കെ കരുത്തോടെ നിൽക്കണം. കരുത്തോടെ നിൽക്കണമെങ്കിൽ ഈ തലപ്പത്ത് നടക്കുന്ന ഈ ഗ്രൂപ്പ് പോരാട്ടം ഇല്ലാതാകണം. അതിനുവേണ്ടി മാത്രമാണ് സുഹൃത്തെ പറഞ്ഞത്. അല്ലെങ്കിൽ CPയുടെ തലപ്പത്ത് ആര് വന്നാൽ എനിക്കെന്താ, ഞാൻ അധ്വാനിച്ചല്ലേ കഴിയുന്നത്. അതല്ല പിന്നെ.